Hi all, 2026 NEET crash, DOPA is bringing something new. Yes, ഒരു ഇൻ്റഗ്രേറ്റഡ് ടീച്ചിങ് സിസ്റ്റം. ഒരുപാട് റിസർച്ച് ആൻഡ് ഫൈൻ ട്യൂണിങ് വഴി ഡെവലപ്പ് ചെയ്തെടുത്തൊരു സിസ്റ്റമാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ദിസ് ഇസ് നോട്ട് എൻ എക്സ്പെരിമെൻറ്റേഷൻ. ഓക്കെ, നമുക്കറിയാം ക്രാഷിന് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് അറൗണ്ട് ഒരു 1 to 2 months, 1 to 1.5 months ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു 1.5 മാസം കൊണ്ട് നമുക്ക് +1, +2 ബയോളജി കംപ്ലീറ്റ്ലി പഠിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി എൻട്രൻസ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം ഡയറക്റ്റ്ലി അല്ല ചോദിക്കുന്നുണ്ടായിരിക്കുക, മൾട്ടിപ്പിൾ കൺസെപ്റ്റ് ജോയിൻ ചെയ്തിട്ടായിരിക്കും അവർ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിതിന് എങ്ങനെ അപ്രോച്ച് ചെയ്യാം? നോർമലി നമ്മൾ ഒരു ദിവസം ഒരു കൺസെപ്റ്റ് പഠിക്കും, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, അതവിടെ വയ്ക്കുന്നു. അടുത്ത ദിവസം വേറൊരു കൺസെപ്റ്റ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു മാസത്തോളം നമ്മൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. എന്നിട്ട് എക്സാമിന് പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു മൾട്ടിപ്പിൾ കൺസെപ്റ്റിനെ ജോയിൻ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ വി വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്. സോ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇതിനെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മൾട്ടിപ്പിൾ കൺസെപ്റ്റ്സ് പഠിക്കുന്നതിന് പകരം ഇതിനെല്ലാം കൂടി ഒരു സിംഗിൾ കൺസെപ്റ്റ് ആക്കിയിട്ട് പഠിക്കും, എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ ചെയ്യാനും പറ്റുന്നുണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് എടുത്തു നോക്കാം. ഇൻ ദി കേസ് ഓഫ് ബയോളജി, നമുക്ക് ബയോളജീനെ 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാം. ബയോകോർ ഡേ വരുന്നുണ്ടായിരിക്കും, അത് കഴിഞ്ഞാൽ ഹ്യൂമൻ ഫിസിയോളജി ഡേ, ഇതിൽ നമ്മൾ സോളിഡ് ചാപ്റ്റേഴ്സ് ആയിരിക്കും മെയിൻലി ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് പ്ലാൻ ഫിസിയോളജി ഡേ, ദെൻ എക്കോളജി ഡേ. ഇങ്ങനെ 4 പാർട്ടാക്കിയിട്ടാണ് ബയോളജീനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബയോകോർ ഡേയിൽ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരിക്കും. ലിവിംഗ് വേൾഡ്, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ജെനറ്റിക്സ് 1, ജെനറ്റിക്സ് 2, ബയോടെക് 1, ബയോടെക് 2, ഈ ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ബയോകോർ ഡേയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നോക്കൂ, ഇതിലിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് അല്ലേ, ഇതിനൊക്കെ നമ്മളൊരു സിംഗിൾ കൺസെപ്റ്റ് ആക്കി മാറ്റാൻ പോവുകയാണ്. അതിൻ്റെ ഒരു സ്മോൾ എക്സാമ്പിൾ നമുക്കിവിടെ നിന്ന് നോക്കി നോക്കാം. നമ്മുടെ ഈ ഹോൾ വേൾഡിൽ നമുക്കറിയാം 1.7 to 1.9 മില്യൺ സ്പീഷീസിനെ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ക്ലാസിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരായിരുന്നു? കാൾ ലിനേയസ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. കാൾ ലിനേയസ് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് വെക്കാനായിട്ട് ടാക്സോണമിക് റാങ്ക്സ് അല്ലെങ്കിൽ കാറ്റഗറീസ് അസൈൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹയസ്റ്റ് കാറ്റഗറി ഏതായിരുന്നു? കിങ്ഡം. അത് കഴിഞ്ഞാൽ ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഓക്കെ, ഇങ്ങനെ കുറച്ച് ടാക്സോണമിക് റാങ്ക്സിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കാൾ ലിനേയസ് ഇങ്ങനെ ഒരു ടാക്സോണമി സിസ്റ്റം ഉണ്ടാക്കിയിട്ട് വെച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിനെ ഉപയോഗിച്ചത് ബേസിക്കലി ആരായിരുന്നു? RH വിട്ടേക്കർ ആയിരുന്നു. RH വിട്ടേക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ ഉപയോഗിച്ച് നമ്മുടെ ഈ ഹോൾ വേൾഡിലുള്ള എല്ലാ ഓർഗാനിസത്തിനെയും 5 കിങ്ഡം ആക്കി ഡിവൈഡ് ചെയ്തു അല്ലേ. ഏതൊക്കെയായിരുന്നു? കിങ്ഡം മൊണീറ ഉണ്ട്, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ ആൻഡ് എനിമേലിയ. അപ്പോൾ നോക്കൂ, അതിൽ കിങ്ഡം എനിമേലിയ അല്ലെ, അതിൽ നോട്ടോകോഡിന്റെ ബേസിൽ കിങ്ഡം എനിമേലിയനെ വി ക്യാൻ ഡിവൈഡ് ഇൻ ടു 2. ഏതൊക്കെയാ? നോൺ കോർഡേറ്റ ആൻഡ് കോർഡേറ്റ. അതിൽ നോൺ കോർഡേറ്റയിൽ ഒരുപാട് ഫൈലംസ് വരുന്നുണ്ട്. ഫൈലം പൊറിഫറ, സീലൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളുസ്ക, ഹെമികോഡേറ്റ പോലുള്ള ഫൈലംസ് ഒക്കെ നോൺ കോർഡേറ്റയിലാണ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചു വരുന്ന സമയത്ത് ആ ഒരു ഫൈലങ്ങളുടെ പ്രോപ്പർട്ടീസും അതിന്റെ എക്സാമ്പിളുകളും കൂടി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? പഠിക്കുന്നുണ്ടായിരിക്കും അല്ലെ. ഇനി ഫൈലം കോർഡേറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴോ അതിനെ വീണ്ടും സബ് ഫൈലാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫൈലം കോർഡേറ്റ ഡിവൈഡഡ് ഇൻ ടു സബ് ഫൈലം സെഫാലോകോഡേറ്റ, യൂറോകോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. കണ്ടോ? അപ്പോൾ നമ്മൾ അറ്റ് എ സിംഗിൾ സ്ട്രെച്ച് ലിവിംഗ് വേൾഡ്, ബയോളജി ക്ലാസിഫിക്കേഷൻ, എനിമൽ കിങ്ഡം, ഈ ചാപ്റ്റേഴ്സുകളിലൊക്കെയുള്ള കൺസെപ്റ്റ് ഒരു സിംഗിൾ കൺസെപ്റ്റ് ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു സിംഗിൾ കൺസെപ്റ്റ് ആക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ക്രാഷ് കോഴ്സിന് നമ്മൾ ഓരോ സബ്ജക്റ്റും അപ്രോച്ച് ചെയ്യേണ്ടതായിരിക്കുക. അതിൽ ബയോളജിയുടെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുക. ഓക്കെ, സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട്. വിൽ സീ യു സൂൺ. ബൈ.